ഓം ശാന്തി 19/12/2024. ഇന്ന് ബാബ പറഞ്ഞത് ഇതാണ്: മധുരമായ കുട്ടികളെ, ഈ പുരുഷോത്തമ സംഗമയുഗം ട്രാൻസ്ഫർ ആകുന്നതിനുള്ള യുഗമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കനിഷ്ഠനിൽ നിന്നും ഉത്തമ ആത്മാവായി മാറണം. ചോദ്യം: ബാബയോടൊപ്പം ഏത് കുട്ടികളുടെ കൂടി മഹിമയാണ് പാടപ്പെടുന്നത്? ഉത്തരം: ആരാണോ ടീച്ചറായി മാറി അനേകരുടെ മംഗളം ചെയ്യുന്നതിന് നിമിത്തമായി മാറുന്നത്, അവരുടെ മഹിമയും ബാബയോടൊപ്പം പാടപ്പെടുന്നു. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായ ബാബ കുട്ടികളിലൂടെ അനേകരുടെ മംഗളം ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് കുട്ടികളുടെയും മഹിമ ഉണ്ടാകുന്നു. പറയുന്നു: ബാബ ഇന്നയാൾ ഞങ്ങളിൽ ദയ ചൊരിഞ്ഞു, അതിലൂടെ ഞങ്ങൾ എന്തിൽ നിന്നും എന്തായി മാറി. ടീച്ചറായി മാറാതെ ആശീർവാദം ലഭിക്കുകയില്ല. ഇപ്പോൾ കുട്ടികൾ ബാബയെ അറിയുന്നു. സർവ്യാപിയെന്ന് പലരും പറയുന്നുണ്ട്. തിരിച്ചറിഞ്ഞതിന് ശേഷം പറയണം, ബാബയുടെ നിവാസസ്ഥാനം എവിടെയാണ്. അറിയുന്നില്ലെങ്കിൽ ബാബയുടെ നിവാസസ്ഥാനത്തെക്കുറിച്ച് എങ്ങനെ അറിയും? ഞാൻ നിങ്ങൾ എല്ലാവരുടെയും അച്ഛനാണ്. ബാബ പറയുകയാണ്, എന്നെ പരമപിതാവെന്നാണ് പറയുന്നത്. ആത്മാവിനെയും ഒരാളും അറിയുന്നില്ല. കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും അച്ഛനുമുണ്ടാകും. നാമരൂപത്തിൽ നിന്നും വേറിട്ടതല്ല എന്നത് വ്യക്തമാണ്. കുട്ടികൾക്കും നാമവും രൂപവുമുണ്ട്. പരംപിത പരമാത്മാവ് എന്ന് പറയുന്നുണ്ടല്ലോ, എന്നിട്ടും നാമരൂപത്തിൽ നിന്നും വേറിട്ടത് എന്ന് പറയുന്നു. ഇതാണ് അജ്ഞാനം. ബാബയെ അറിയുന്നതിനെ ജ്ഞാനമെന്ന് പറയുന്നു. ഇത് ട്രാൻസ്ഫർ ആകുവാനുള്ള പുരുഷോത്തമ സംഗമയുഗമാണ്. കുട്ടികൾക്കറിയാം, നമ്മൾ വളരെ ഉത്തമ പുരുഷനായാണ് മാറുന്നത്. നമ്മൾ ഓരോ 5000 വർഷത്തിനു ശേഷവും സതോപ്രധാനമായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ പറയുന്നു, ബാബ അങ്ങയിൽ നിന്നും ഞാൻ അനേക തവണ സമ്പാദ്യം നേടിയിട്ടുണ്ട്. ആത്മാവിനത് പക്ക ആയിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി, ബാബ സ്വർഗവാസിയല്ല, എന്നാൽ കുട്ടികളെ സ്വർഗവാസിയാക്കുന്നു. ഇത് മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിനുള്ള പഠിപ്പാണ്. യുദ്ധമൊന്നും ചെയ്യാതെ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറി. ഈ സൂര്യചന്ദ്രന്മാർക്ക് ഉപരി അത് നിങ്ങളുടെ സ്വീറ്റ് സൈലൻസ് വീടാണ്. എന്നാൽ അവിടെ സദാ ഇരിക്കുവാൻ സാധ്യമല്ല. ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? അവിടെയാണെങ്കിൽ ജഡ അവസ്ഥയായിരിക്കും. ആത്മാവ് പാർട്ട് അഭിനയിക്കുമ്പോഴാണ് ചൈതന്യമെന്ന് പറയുന്നത്. ആരാണോ ടീച്ചറായി മാറാത്തത്, അവരുടെ പദവി കുറഞ്ഞു പോകും. അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് രാജധാനിയിൽ വരുന്ന മുഖ്യമായ മണികളായി മാറുന്നത്. ധാരണയ്ക്കുള്ള പോയിന്റ് 1: സദാ ഈ സ്മൃതിയിലിരിക്കണം, ഞാൻ ആത്മാവ് പുരുഷനാണ്. എനിക്ക് ബാബയിൽ നിന്ന് മുഴുവൻ സമ്പാദ്യവും നേടണം. മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്ന പഠിപ്പ് പഠിപ്പിക്കണം. അടുത്ത പോയിന്റ്: മുഴുവൻ ലോകത്തിലും എന്തെല്ലാം പാർട്ടാണോ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ ഡ്രാമയാണ്. ഇതിൽ പുരുഷാർത്ഥവും പ്രാപ്തിയും രണ്ടും അടങ്ങിയിട്ടുണ്ട്. പുരുഷാർത്ഥം ഇല്ലാതെ പ്രാരബ്ധം ഉണ്ടാവുകയില്ല. ഈ കാര്യം നല്ല രീതിയിൽ മനസ്സിലാക്കണം. വരദാനം: ഏതൊരു സേവയും സത്യമായ മനസ്സോടെയും ലഹരിയോടെയും ചെയ്യുന്ന സത്യമായ ആത്മീയ സേവാധാരിയായി ഭവിക്കൂ. സേവനം ഏതുമാകട്ടെ, എന്നാൽ അത് സത്യമായ മനസ്സോടെയും ലഹരിയോടെയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 100 മാർക്കും ലഭിക്കുന്നു. സേവനത്തിൽ പിറുപിറുപ്പ് അരുത്. സേവ ജോലി ചെയ്യുന്നതിന് വേണ്ടിയല്ല ചെയ്യുന്നത്. താങ്കളുടെ സേവനം തന്നെ മോശമായവരെ നന്നാക്കുക, എല്ലാവർക്കും സുഖം കൊടുക്കുക, ആത്മാക്കളെ യോഗ്യരും യോഗികളുമാക്കി മാറ്റുക, അപകാരികൾക്കു മേലും ഉപകാരം ചെയ്യുക, സമയത്ത് ഓരോരുത്തർക്കും കൂട്ടും സഹയോഗവും കൊടുക്കുക എന്നിവയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെയുള്ള സേവനം ചെയ്യുന്നവർ തന്നെയാണ് സത്യമായ ആത്മീയ സേവാധാരി. സ്ലോഗൻ: പവിത്രത തന്നെയാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ നവീനത. ഇത് തന്നെയാണ് ജ്ഞാനത്തിൻ്റെ അടിത്തറ. ഓം ശാന്തി.